Good morning. Good morning, Good morning, ma'am. Good morning, ma'am. Morning. ആരെങ്കിലും കുറച്ചുകൂടെ ജോയിൻ ആവട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ പേരെ കേട്ടാറുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പ്രേയർ ഉണ്ടോ? ആരെങ്കിലും പ്രേയറിന് റെഡിയാണോ? മാം, പ്രേയർ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ, ഭൂമി അമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. താങ്ക് യു, മാം. ഓക്കെ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ. മാം, അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കൊരു മറിയ മോണ്ടിസോറിയുടെ ഒരു PDF ഒരു 29 പേജസ് ഉള്ള ഇട്ടായിരുന്നു നമുക്ക് ക്ലാസ് റൂമിൽ. അത് നമ്മുടെ ഈ ഫസ്റ്റ് ടേം എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്താണോ അതോ നമുക്ക് അടുത്ത? അതിന്റെ ടൈറ്റില് മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡ് എന്നല്ലേ? അതെ, അത് നിങ്ങളുടെ 5ാമത്തെ റെക്കോർഡിലേക്ക് എഴുതാനുള്ള ഡീറ്റെയിൽസ് ആണ്. റെക്കോർഡിലോട്ട് അപ്പാരറ്റസ് റെക്കോർഡ് തന്നിട്ടുണ്ടല്ലോ. നമ്മളിപ്പോ 4ാമത്തെ റെക്കോർഡാണ് എഴുതുന്നത്. അതെ, നമുക്ക് ആകെ 5 റെക്കോർഡ് ഉണ്ട്. ലാസ്റ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡാണ്. ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് എഴുതേണ്ട റെക്കോർഡ്. അത് സാധാരണ കുട്ടികൾക്ക് എന്റെ റെക്കോർഡിന്റെ ഒരു കോപ്പി ഒരു കുട്ടി ചെയ്ത് അത് സ്കാൻഡ് കോപ്പിയാണ് അയക്കാറ്. പക്ഷെ അത് കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് PDF ഫോർമാറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ റെക്കോർഡിന്റെ റൈറ്റ് സൈഡിൽ അത് എഴുതുക, ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആയിട്ട് ഇടുക. അത് കഴിയുമ്പോൾ മെറ്റീരിയൽസിന്റെ പിക്ചേഴ്സിന്റെ PDF ഷെയർ ചെയ്യും. അപ്പൊ ലെഫ്റ്റ് സൈഡില് റൈറ്റിൽ എഴുതിയിരിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ പിക്ചേഴ്സ് ഒട്ടിക്കുക. നമുക്ക് പാർട്ട് 3 എന്ന് പറയുന്നത് മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ആണ്. പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ പാരലൽ ആയിട്ട് പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യും. ഈ പ്രാക്ടിക്കൽസിന്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് മോഡ്യൂൾ 3. മോഡ്യൂൾ 3 നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 5 പാർട്ട് ഉണ്ടായിരിക്കും. ഈ 5 പാർട്ടും ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത 5 ഏരിയാസ് ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റിലെ മോണ്ടിസോറി ക്ലാസ് റൂമിലെ 5 ഏരിയാസ് ആണ് ഈ 5 പാർട്ടും. ഓരോ ഏരിയയിലും എന്തൊക്കെയാണ് കുട്ടികൾ ചെയ്യുന്നത്, അതിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസും ഡെമോൺസ്ട്രേഷനും അതിന്റെ ഡീറ്റെയിൽസും ആണ് മോഡ്യൂൾ 3 കാണുന്നത്. അതിന് എക്സാം ഒന്നുമില്ല, അത് പ്രാക്ടിക്കലാണ്. അപ്പം നമ്മള് മോഡ്യൂൾ 1 പാർട്ട് 3 തിയറി എടുക്കുന്നതിനൊപ്പം തന്നെ ഈ പ്രാക്ടിക്കൽസ് പാരലായിട്ട് ചെയ്യും. അപ്പൊ ആ തിയറി ആകുമ്പോഴേക്കും ആ റെക്കോർഡ് ഒന്ന് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾ എഴുതി കഴിയുമ്പോഴേക്കും പിക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ കാരണം ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിംഗ് ഓരോ രീതിയിലായിരിക്കുമല്ലോ. അപ്പൊ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒട്ടിക്കുക എന്നുള്ളതാണ് പിക്ചേഴ്സ്. മനസ്സിലായോ? മനസ്സിലായി. അത് അയച്ചപ്പോ എല്ലാ ബാച്ചിലും ഒരുമിച്ച് അയച്ചു എന്നേ ഉള്ളൂ. സാധാരണ നമ്മള് റെക്കോർഡുകൾ 4 എണ്ണം ഒരുവിധം ആയി വരുമ്പോഴാണ് 5ാമത്തെ റെക്കോർഡ്. ഈ മോഡ്യൂൾ 1 പാർട്ട് 3 തിയറി എടുക്കാൻ തുടങ്ങുമ്പോഴാണ് 5ാമത്തെ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് അയക്കുന്നത്. PDF ഒക്കെ ആക്കി കഴിഞ്ഞപ്പോ എല്ലാ ബാച്ചിലും കറന്റ്ലി റണ്ണിങ് ന്യൂ ബാച്ചിന് വരെ അയച്ചിട്ടുണ്ട്. അത് സമയം പോലെ ഒന്ന് കോപ്പി ചെയ്യുന്ന ഇത് വെക്കുക. കോപ്പി ചെയ്യുമ്പോൾ നല്ലപോലെ ഒന്ന് വായിച്ച് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറെ മനസ്സിലാകും. പിന്നെ മെറ്റീരിയൽസിന്റെ പ്രാക്ടിക്കൽ ക്ലാസ്സും കൂടെ കാണുമ്പോൾ കറക്റ്റ് ആ മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിളും ഫീച്ചേഴ്സും എല്ലാം മനസ്സിലാകും. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു? മാം, ജെറോ ബ്രൂണർ എന്ന് പറഞ്ഞ ആളെ കുറിച്ചിട്ട് എഴുതിയിട്ട് വരാൻ പറയും. നോട്ട് ചെയ്ത് വന്നിട്ടുണ്ടോ? അപ്പൊ പറയാമോ?
ബ്രൂണറെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? മാം വായിക്കട്ടെ. വായിക്കും. ജെറോ ബ്രൂണർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി കുട്ടികളിൽ എങ്ങനെയാണ് അറിവ് ആർജിക്കുന്നത്, എങ്ങനെയാണ് അത് മനസ്സിൽ ക്രമീകരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. 1966 അദ്ദേഹം വികസിപ്പിച്ച ഈ സിദ്ധാന്തം അനുസരിച്ച് കുട്ടി ഒരു സജീവ പഠിതാവാണ്. ബ്രൂണറുടെ സിദ്ധാന്തത്തിലെ പ്രധാന ഘട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ഇനാക്റ്റീവ് റെപ്രസെന്റേഷൻ. ഇനാക്റ്റീവ് ഘട്ടം എന്ന് പറഞ്ഞു വെച്ചാൽ 0 തൊട്ടിട്ട് 1 വയസ്സ് വരെയാണ് ആദ്യകാലാണ്. പ്രവൃത്തിയിലൂടെയാണ് പഠനം. ഈ ഘട്ടത്തിൽ കുട്ടി പ്രവർത്തികളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഉദാഹരണം, ഒരു കുട്ടി കളിപ്പാട്ടം ഉപയോഗിക്കുന്നതിലൂടെയോ അത് വായിൽ വെക്കുന്നതിലൂടെയോ അത് എന്താണെന്ന് മനസ്സിലാക്കുന്നു. വസ്തുക്കളെ കൈകാര്യം ചെയ്താണ് പഠനം. രണ്ടാമത്തെ ഐക്കോണിക് റെപ്രസെന്റേഷൻ. 1 തൊട്ട് 6 വയസ്സ്. ചിത്രങ്ങളിലൂടെയുള്ള പഠനം. ചിത്രങ്ങൾ, മാപ്പുകൾ, വീഡിയോകൾ അല്ലെങ്കിൽ മനസ്സിലെ ചിത്രങ്ങൾ ഉപയോഗിച്ച് കുട്ടി അറിവ് ശേഖരിക്കുന്നു. ഉദാഹരണം, ഒരു നേരിട്ട് വസ്തുവിനെ കാണുന്നില്ലെങ്കിലും ആ വസ്തുവിന്റെ ചിത്രം കണ്ടാൽ കുട്ടിക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും. മൂന്നാമത്തെ സിംബോളിക് ഘട്ടം, സിംബോളിക് റെപ്രസെന്റേഷൻ. 7 വയസ്സിന് മുകളില്. ഭാഷയും ചിഹ്നങ്ങളും ഉപയോഗിച്ചുള്ള പഠനം. ഭാഷ, വാക്കുകൾ, അക്കങ്ങൾ, ശാസ്ത്രീയ ചിഹ്നങ്ങൾ തുടങ്ങിയ അമൂർത്തമായ ആശയങ്ങൾ ഉപയോഗിച്ച് കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നു. ഉദാഹരണം, പശു എന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ അതിന്റെ ചിത്രം മനസ്സിൽ വരികയും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യാനും കുട്ടിക്ക് സാധിക്കുന്നു. ബ്രൂണറുടെ സിദ്ധാന്തത്തിന്റെ പ്രധാന ആശയങ്ങള് അത് വേണോ മാം? വിദ്യ എന്തെങ്കിലും ചോദിച്ചു, അത് വേണമെന്ന് എന്തോ ചോദിച്ചല്ലോ. ബ്രൂണറുടെ സിദ്ധാന്തത്തിന്റെ പ്രധാന ആശയങ്ങൾ അത് പറയണം മാം. അതാണ് നമുക്ക് ശരിക്കും ഇമ്പോർട്ടന്റ്. ബ്രൂണർ എന്താണ് ചൈൽഡ് ഡെവലപ്മെന്റിലും അവരെ ഓരോ കാര്യങ്ങളുടെ ലേണിംഗ് എങ്ങനെയാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത് അത് പറഞ്ഞു. ഡിസ്കവറി ലേണിംഗ്. അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ വിദ്യാർത്ഥികൾ സ്വയം അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തുന്നതാണ് പഠനത്തിന് ഏറ്റവും നല്ലതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്പൈറൽ കരിക്കുലം. ഒരു വിഷയം ലളിതമായ രൂപത്തിൽ തുടങ്ങി പിന്നീട് പ്രായത്തിനും ബുദ്ധിവികാസത്തിനും അനുസരിച്ച് കൂടുതൽ സങ്കീർണമായി പഠിപ്പിക്കുന്ന രീതി. സ്കഫോൾഡിംഗ്. ഒരു കുട്ടിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആവശ്യമായ പിന്തുണയും സഹായവും നൽകുക. കുട്ടിക്ക് സ്വയം ചെയ്യാൻ സാധിക്കുമ്പോൾ ഈ സഹായം പിൻവലിക്കുന്നു. പിന്നെ പിയാഷെയുടെയും ബ്രൂണറുടെയും തമ്മിലുള്ള വ്യത്യാസമാണ് മാം, അത് പറയണം മാം. കുറേ ഉണ്ടോ അതോ ജസ്റ്റ് കമ്പാരിസൺ മാത്രമേ ഉള്ളൂ? ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. പറഞ്ഞോളൂ. നമ്മൾ പിയാഷെ എന്തായാലും ഓൾറെഡി പിയാഷെയുടെ ഒബ്സർവേഷൻസ് നമ്മൾ കഴിഞ്ഞതാണല്ലോ, അപ്പൊ നമുക്കത് മനസ്സിലാകും. ജീൻ പിയാഷെ വൈജ്ഞാനിക വികാസം പ്രായത്തിനനുസരിച്ച് ഘട്ടങ്ങളിലൂടെ നടക്കുന്നു എന്ന് വിശ്വസിച്ചു. ജെറാം ബ്രൂണർ വികാസ പ്രായത്തിനപ്പുറം പരിസ്ഥിതിയുമായുള്ള ഇടപെടലിലൂടെ നടക്കുന്നു എന്ന് വിശ്വസിച്ചു. അത്രേ ഉള്ളൂ മാം. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ് വിദ്യ. ഓക്കെ, ജെറോം ബ്രൂണറുടെ തിയറി ആയിരുന്നു നമ്മൾ പറഞ്ഞത്. 3 സ്റ്റേജസ് ആയിട്ട് അദ്ദേഹം എങ്ങനെയാണ് ആളുകള് ലേണിംഗ് കാര്യങ്ങൾ മനസ്സിലാക്കി. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്ട് സ്റ്റഡിങ് അല്ല കേട്ടോ. നമ്മൾ കാര്യങ്ങൾ നല്ല പോലെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുന്നതിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. കാരണം വൺസ് നമ്മളൊരു കാര്യം ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ല. ഇപ്പൊ കാർ ഓടിക്കാൻ പഠിക്കുന്നത് ഇറ്റ്സ് എ ലേണിംഗ് അല്ലേ? അതുപോലെ തന്നെ സൈക്കിൾ ഓടിക്കാൻ ഇറ്റ്സ് ഓൾസോ എ ലേണിംഗ്. വൺസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് ജീവിതകാലം മുഴുവൻ മറക്കില്ല. നമ്മളുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നേ ഉള്ളൂ. ഇനി അഥവാ നമ്മളുടെ ബുദ്ധിക്കും ബോധത്തിനും എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണ് നമ്മൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് പഠിക്കുന്നതും നമ്മളുടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതാണ് ലേണിങ്ങിന്റെയും സ്റ്റഡിയിങ്ങിന്റെയും വ്യത്യാസം. സബ്ജക്ട് സ്റ്റഡിയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും നമ്മൾ കാണാതെ പഠിക്കുന്നു, പരീക്ഷ എഴുതി കഴിയുമ്പോൾ തന്നെ തലേന്ന് അത് പോകും. ലേണിംഗ് അങ്ങനെയല്ല. വൺസ് നമ്മൾ ലേൺ ചെയ്തത് നമ്മളുടെ ലൈഫ് ലോങ്. ആ ലേണിംഗ് എങ്ങനെയാണ് ആളുകളിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ബ്രൂണർ മനസ്സിലാക്കി നമുക്ക് തന്നത്. അപ്പൊ ബ്രൂണറുടെ തിയറി അതായിരുന്നു. അദ്ദേഹം പറയുന്നത് നമ്മളുടെ ചുറ്റുമുള്ള ലോകവുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. പിയാഷെ പറഞ്ഞത് ബുദ്ധിക്ക് അനുസരിച്ചാണ് ആളുകളിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ബുദ്ധി തന്നെ നമുക്ക് പല രീതിയിലുള്ള ലേണിംഗ് പ്രോസസ്സിലൂടെ കുട്ടികളെ കൊണ്ടുപോയാൽ ഡെവലപ്പ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു ആളുടെ ബുദ്ധി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു കാര്യം അറിയില്ല, ഒരാൾ നമുക്കത് നല്ല പോലെ പറഞ്ഞു തന്ന് നമ്മൾ ആ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്കത് മനസ്സിലാകും.
അതല്ലേ ചില ടീച്ചർമാര് പ്രത്യേകിച്ച് മാത്സിന്റെ ഒക്കെ കാര്യത്തില് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല പോലെ മാത്സിൽ ആദ്യമേ ബേസ് ഉള്ള ഒരാൾക്കാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പലപ്പോഴും കുട്ടികൾ മാത്സ് ടഫാണ് അല്ലെങ്കിൽ മാത്സിന് ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് കാരണം ലേണിംഗ് പ്രോസസ് ശരിയാകാത്തത് കൊണ്ടാണ്. ചില കുട്ടികൾ പറഞ്ഞു തരാറുണ്ട്, പുതിയ മിസ് വന്നപ്പോ എനിക്ക് മനസ്സിലായി, എനിക്ക് മാത്സ് ചെയ്യാൻ ഇഷ്ടമായി എന്ന് പറയും. അപ്പൊ അവിടെ കുട്ടിക്ക് മാത്സ് അറിയാത്തതിന്റെ പ്രശ്നമായിരുന്നില്ല, കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്സിന്റെ പ്രശ്നം തന്നെയായിരുന്നു. അപ്പം ബ്രൂണർ അതാണ് പറയുന്നത്, നമ്മളുടെ ലേണിംഗ് പ്രോസസ് നല്ല രീതിയിൽ നടക്കുവാണെങ്കിൽ, അത് എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആയി നടക്കുവാണെങ്കിൽ നമ്മൾ ഡെവലപ്മെന്റ് ഉണ്ടാകും എന്ന് ബ്രൂണർ പറഞ്ഞപ്പോ പിയാഷെ ബുദ്ധിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. പിയാഷെ കൂടുതലും മാത്തമാറ്റിക്കൽ അനാലിസിസുമായിട്ട് കണക്ട് ചെയ്താണ് എക്സാമ്പിൾസ് പറഞ്ഞത്. ഇപ്പൊ ബ്രൂണർ പറഞ്ഞ 3 സ്റ്റേജസ് നമുക്കറിയാം. ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ഷൻ, ഫിസിക്കൽ എക്സ്പീരിയൻസസ്, കുട്ടി മൂവ്മെന്റ് നോക്കുന്നു, കുട്ടി തന്നെ മൂവ് ചെയ്യുന്നു, അങ്ങനെയുള്ള രീതിയിലാണ് അത് ആ ഒരു ഇനാക്റ്റീവ് സ്റ്റേജിൽ ലേണിംഗ് നടന്നത്. ഐക്കോണിക് സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇമേജസ്, പിക്ചേഴ്സ്, കാണുന്നതെല്ലാം മെന്റൽ ഇമേജസ് ആയിട്ട്, ഇംപ്രഷൻസ് ആയിട്ട് കുട്ടിയുടെ ബ്രെയിനിൽ സ്റ്റോർ ആകും. അതിനെ റിട്രീവ് ചെയ്തിട്ടാണ് കുട്ടി പല കാര്യങ്ങളും, ഇപ്പൊ ആന എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ പ്രീവിയസ്ലി ആനയെ കണ്ട ഒരു എക്സ്പീരിയൻസ് കുട്ടിക്ക് ഉണ്ടാവും. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ വലിയ രൂപമുള്ള ഒരു ജീവി, അങ്ങനെ തുമ്പിക്കൈയും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവി എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പിന്നീട് ആനയെ കാണുമ്പോൾ കുട്ടി അത് ആന എന്ന് സംസാരിക്കുന്ന കുട്ടിയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ സിംബോളിക് സ്റ്റേജ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇനീഷ്യലി കുട്ടിക്ക് കാണുന്നതും കേൾക്കുന്നതും ഒക്കെയായിരുന്നു മനസ്സിലായിക്കൊണ്ടിരുന്നത്. അതായത് കോൺക്രീറ്റ് ഐഡിയാസ് ആയിരുന്നു, തൊട്ട് നോക്കാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നതുമായിട്ടുള്ള ടാൻജിബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ മനസ്സിലാക്കിയാണ് ഇനാക്റ്റീവ് സ്റ്റേജും അതുപോലെ തന്നെ ഐക്കോണിക് സ്റ്റേജിലൂടെയും കുട്ടി കടന്നുപോയത്. അങ്ങനെ 3ാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും കുട്ടി ഡെവലപ്പായി അബ്സ്ട്രാക്ട് ഐഡിയാസ് മനസ്സിലാക്കാൻ തുടങ്ങും. ഇല്ലാത്തൊരു കാര്യം മനസ്സിൽ ഇമാജിൻ ചെയ്ത്, അതാണ് അബ്സ്ട്രാക്ട് ഐഡിയാസ്. അങ്ങനെ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് ലേണിംഗ് ആണ് ബ്രൂണറുടെ തിയറിയിൽ വന്നത്. ക്ലിയർ ആയോ? കോൺക്രീറ്റ് ഐഡിയയിൽ നിന്ന് തുടങ്ങി അബ്സ്ട്രാക്ട് ഐഡിയയിലേക്ക് ഉള്ള ഡെവലപ്മെന്റ് ആണ്, ആ ഒരു യാത്രയാണ് ബ്രൂണറുടെ തിയറി എന്ന് പറയുന്നത്. അതിന് 3 സ്റ്റേജസ് ഉണ്ട്: ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, അതുപോലെ തന്നെ സിംബോളിക് സ്റ്റേജ്. അവിടെ ലാംഗ്വേജും അബ്സ്ട്രാക്ട് ആയിട്ടുള്ള സിംബൽസ് അങ്ങനെ പല കാര്യങ്ങളും കുട്ടിക്ക് കിട്ടും. ഇത് ശരിക്കും ആ ഒരു പ്രോഗ്രസ് ആണ്, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് അങ്ങനെ വരുന്ന ഒരു പ്രോഗ്രസ് ആണ് വരുന്നത്. ഇതാണ് ബ്രൂണറുടെ കാര്യങ്ങളെല്ലാം. അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. നമുക്കിങ്ങനെ പല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചൈൽഡ് ഡെവലപ്മെന്റിൽ പല രീതിയിലും ഒബ്സർവേഷൻസ് നടത്തിയ സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും മനസ്സിലാക്കാനായിട്ട് പറ്റും. ചെറിയ റൈറ്റപ്സ് എഴുതി വെക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് മനസ്സിലാകുന്ന സിമ്പിൾ ലാംഗ്വേജിൽ ചെറിയ റൈറ്റപ്സ്, അത് നിങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചോളൂ, നോ പ്രോബ്ലം. അങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, നമ്മള് കഴിഞ്ഞോ? ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞായിരുന്നോ? ഇല്ല മാം, ലാസ്റ്റ് സിംബോളിക് സ്റ്റേജ് വരെ എടുത്തിട്ടുള്ളൂ. ക്ലാസ്സിൽ കയറാത്ത കുട്ടികള് റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണുന്നുണ്ടോ? അറിയോ? ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോഴേക്കും എല്ലാം കൂടെ ഒരു പെൻഡിങ് എല്ലാം കൂടെ വന്നിട്ട് ആകെ പിന്നെ ബുദ്ധിമുട്ടും. എല്ലാരും വിളിക്കാനും മെസ്സേജ് അയക്കാനും തുടങ്ങും, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ. നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് ടീച്ചർ. അപ്പം ഈ വർക്കും അല്ലാത്ത ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇതൊക്കെ തരുമ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാൾ ഷെയർ ചെയ്യും അന്നത്തെ ദിവസമുള്ള. അപ്പൊ ആബ്സെന്റീസും അത് കേൾക്കാറുണ്ട്. കുഴപ്പമില്ല, ചിലർക്ക് സമയം ഉണ്ടാവില്ല റെക്കോർഡ് ക്ലാസ് കാണാൻ പോലും, ഈവൻ വേണമെന്ന് വെച്ചാൽ പോലും അത്രയും തിരക്കിൽ കൂടുന്ന ഒരു. ഞാനൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ.
പാർട്ട് 2 ഈ ഒരു ചാപ്റ്ററും കൂടിയാണോ കഴിയാനുള്ളൂ? അതോടുകൂടെ പാർട്ട് 2 കഴിയുവാണോ? അതെ മാം, ഈ ഒരു ചാപ്റ്റർ കൂടിയേ ഉള്ളൂ. പിന്നെ നീഡ്സ് അപർണ മിസ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേം 1 എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. എക്സാമിന്റെ ഡീറ്റെയിൽസ് അറിയാമോ? ടീച്ചർ എന്ന് പറഞ്ഞ തന്നെയാണ്, വേറെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടില്ല. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? എക്സാം അടുക്കുമ്പോൾ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. കാരണം 16th ബാച്ചിന് ഈ ആഴ്ചയാണ് അവരുടെ ടേം 1 എക്സാമിനേഷൻ. നിങ്ങൾക്ക് മേ ബി ഒരു 10 days കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ടേം 1 എക്സാമിനേഷൻ കഴിയും. പോർഷൻ കഴിഞ്ഞ് ഒരു 1 week ഒക്കെ കഴിയുമ്പോഴേക്കും ടേം 1 എക്സാം ആയിരിക്കാം. ഞാനൊരു പോസിബിൾ ഡേറ്റ് പറയുകയാണ്, എന്നാലും എപ്പോഴേ പ്രിപ്പയർ ആയിട്ട് ഇരുന്നോളൂ. 40 ക്വസ്റ്റ്യൻ ഫ്രം പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഈ ഒരു ടൈം വരെ എടുത്തിരിക്കുന്ന ഇംഗ്ലീഷിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 marks ഈച്ച് ആണ്. 100 മാർക്സിന്റെ ആയിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. 1 hour ആണ് എക്സാമിനേഷൻ. മോക്ക് ടെസ്റ്റ് പോലെ തന്നെ അതേ പാറ്റേണിൽ പോകുന്നതാണ് ഇത് ടേം എക്സാമിനേഷൻസും. മെയിൻ എക്സാം നമ്മൾ സബ്ജക്ട് വൈസ് എഴുതുമ്പോൾ ടേം എക്സാമിനേഷൻ അത് ഒരു മോഡൽ പോലെ ആ ഒരു എക്സാം പാറ്റേൺ മനസ്സിലാകാനും ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ടേം 1 എക്സാമിനേഷൻ. അതിന്റെ ബാക്കി കണ്ടീഷൻസ് ഒക്കെ മെയിൻ എക്സാമിനേഷന്റെ പോലെ തന്നെ. കാരണം ഗൂഗിൾ മീറ്റ് എക്സാമിനേഷന് വേണ്ടി ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക് സെപ്പറേറ്റ് ഉണ്ടാകും, അതിന് ഓൺ ആയിട്ടിരിക്കുക. പിന്നെ മോക്ക് ടെസ്റ്റിന്റെ പോലെ തന്നെ ലിങ്ക് വരും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ, അത് ഓപ്പൺ ചെയ്ത് ആൻസർ ചെയ്യുക. അങ്ങനെയുള്ള രീതിയിലൊക്കെ ഞാൻ എക്സാം എടുക്കുമ്പോഴേക്കും ഒന്നുകൂടെ പറയും. അപ്പൊ നമ്മുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഇത് നമ്മൾ ചുമ്മാ സ്റ്റേജസ് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് ആരുടെ തിയറി ആണെന്നൊന്നും നമ്മുടെ ഇതിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ബ്രൂണറെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞത്. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ബ്രൂണറുടെ തിയറിയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ബ്രൂണറുടെ തിയറി. ഇദ്ദേഹം എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ, ബുദ്ധി വന്നു പരിസ്ഥിതികളുമായിട്ട് കണക്റ്റഡ് ആയി കഴിയുമ്പോഴാണ് ഒരാള് വളരാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞു. ചുറ്റുപാടുകളുമായിട്ട് നമ്മുടെ റിക്സണും വിറ്റോസ്കിയും എല്ലാം അത് തന്നെയാണ് പറഞ്ഞത്. സോഷ്യലൈസ് ചെയ്യുക, ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് അവർ പറഞ്ഞത്. സോഷ്യൽ ഡെവലപ്മെന്റിലൂടെയാണ് ഒരാളുടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. അത് കുറെയൊക്കെ നല്ല ശരി തന്നെയാണ്. കാരണം ആളുകൾ പറയില്ലേ, വിഷയങ്ങൾ പഠിച്ച് സബ്ജക്റ്റ് പഠിച്ച് അല്ല ആളുകളിൽ വിവരം ഉണ്ടാകുന്നത്. ലോക പരിചയം എന്ന ഒരു കാര്യമുണ്ടല്ലോ, മറ്റുള്ളവരുമായിട്ട് അറിവുള്ള വ്യക്തികളുമായിട്ട് സംസാരിച്ച് യാത്രകൾ ചെയ്ത് അങ്ങനെയൊക്കെ ആ ഒരു വിവരം വയ്ക്കുന്ന ഒരു കൂടെ പറയുന്നത്. അപ്പൊ ശരിക്കും അതാണ് ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതാണ്, അല്ലാതെ ഒരു റൂമിനകത്ത് പുസ്തകങ്ങളുമായിരുന്നു പഠിക്കുന്നത് മാത്രമല്ല വിവരം എന്ന് പറയുന്നത്. ശരി, അതിലൂടെ നമുക്ക് കുറച്ച് നോളജ് കിട്ടുന്നു. പക്ഷെ അത് നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ ചുറ്റുപാടുകളുമായിട്ട് കണക്ട് ചെയ്യണം, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, പല സ്ഥലങ്ങൾ നമ്മൾ കാണണം. അപ്പോഴൊക്കെയാണ് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻസ് കിട്ടുന്നത്. കുട്ടികളെ എന്തുകൊണ്ടാണ് സ്റ്റഡി ടൂറിന് കൊണ്ടുപോകുന്നത്? അവർ ആ സ്ഥലങ്ങൾ പോയി കണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ അതായത് നമ്മൾ സ്റ്റേജസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സിംബോളിക് ആക്ടിവിറ്റീസ്, സിംബോളിക് സ്റ്റേജസിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത്. ഇത് ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു പാരഗ്രാഫും ഉണ്ട്. അത് കൂടാതെ മേജർ ഡെവലപ്മെന്റ് സ്റ്റേജസ് അത് ഒരു 5 points ആയിട്ട് തന്നിട്ടുണ്ട്. 5 points വരെ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? നെക്സ്റ്റ് ടോപ്പിക് അടുത്ത ആൾ ആരൊക്കെയാന്ന് ഞാൻ കണ്ടില്ല. പ്രവീണയായിരുന്നു ഒരാള്. Intellectual development. During later childhood, children enter into the Piaget's concrete operational stage of creative development. They begin to think logically but are unable to think in abstract terms. Children develop powers of observation, attention, reasoning, and abstract thinking. They can focus on more than one aspect of a situation and can universally experience what happens around them. The major development changes of cognitive ability during this period they are during the basic school period, the child's ability to consume information and accumulate ideas increases and his memory becomes more efficient.
His capacity to generalize as well as ability for logical thinking increases. The child becomes more efficient in selecting, developing, and applying cognitive operation in relation to material objects. At this age, the child tends to live in a world of make-believe of which he himself is the creator. And the fifth point is the children become increasingly concerned with the cause and effect relationship in physical and natural phenomena in the environment. ഓക്കെ, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് കുട്ടികളുടെ റിലേറ്റഡ് ആണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിയാഷയുടെയും അതുപോലെ തന്നെ ബ്രൂണറുടെയും എല്ലാം നമ്മളിപ്പോ കണ്ടു. അപ്പൊ ഒരു ഇന്റലക്ച്വൽ എന്ന് പറയുമ്പോൾ, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് ഒരു വ്യക്തിയുടെ. എന്താണ് അതിനകത്ത് വരുന്നത്? നല്ല ഇന്റലിജന്റ് ആണ്, നല്ല ഇന്റലക്ച്വൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റുക, അത് റീസണിങ് ചെയ്യാനായിട്ട് പറ്റും, മനസ്സിലാക്കാൻ പറ്റുക, സോൾവ് ചെയ്യാനായിട്ട് പറ്റുക പ്രോബ്ലംസ്. അതെല്ലാമാണ് ഇന്റലക്ച്വൽ, ഒരു വ്യക്തിയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലെല്ലാം ഉള്ള പ്രോഗ്രസീവ് ഡെവലപ്മെന്റിനെയാണ് പറയുന്നത്. കുട്ടികള് പിയാജയുടെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലൂടെ, ആ ഒരു ക്രിയേറ്റീവ് ഡെവലപ്മെന്റിലൂടെ കടന്നു പോകുന്നു. ആ ഒരു ടൈം അവരുടെ ബുദ്ധി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു ലോജിക്കലി. പക്ഷെ എന്നാലും അവർക്ക് അബ്സ്ട്രാക്ട് ടേംസ് ഒന്നും മനസ്സിലായി വരില്ല. അപ്പൊ അവർ കോൺക്രീറ്റ് ഐഡിയാസ് വെച്ചിട്ടാണ് അവർ ലോജിക്കലി ചിന്തിക്കുന്നത്. കാരണം ഒരു ടോയ് കൊടുക്കുമ്പോൾ അതൊരു കോൺക്രീറ്റ് ഒബ്ജക്റ്റ് ആണല്ലേ, കുട്ടിക്ക് അത് കാണാൻ പറ്റും, തൊട്ട് നോക്കാൻ പറ്റും, അങ്ങനെ ഒരു ടാൻജിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്, അതാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അത് കുട്ടിക്ക് കാണാനും തൊട്ട് നോക്കാനൊക്കെ പറ്റും. കുട്ടി അത് വെച്ച് കളിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു കാർ ആണെങ്കിൽ കാർ ഓടിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ കുട്ടി അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവൻ അതിനെ വേറെ രീതിയിലുള്ള ഒരു കളിക്കുന്ന രീതിയിലൊക്കെ മാറ്റുന്നു. അവന്റേതായ രീതിയിൽ അവനൊരു പ്ലേ ഡിസൈൻ ചെയ്യുവാണ്. അപ്പൊ അങ്ങനെ അവർക്ക് ലോജിക്കലി അവർ പല കാര്യങ്ങളും ചിന്തിക്കാനും പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. പിന്നെ അവരുടെ ഒബ്സർവേഷൻ, അവരുടെ ഒരു കോൺസെൻട്രേഷൻ, പിന്നെ റീസണിങ്, അങ്ങനെ അവർ കോൺക്രീറ്റിൽ നിന്നും അബ്സ്ട്രാക്ട് തിങ്കിങ്ങിലേക്ക് എത്തും. അവർക്ക് കൂടുതലായിട്ട് പലതിനും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. പല കാര്യങ്ങളും അവരുടെ ചുറ്റും നടക്കുന്നത് പലതും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു. എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ശരിക്കും ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിൽ നമ്മുടെ പിയാജെ പറഞ്ഞ കാര്യങ്ങളും ബ്രൂണർ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കടന്നു പോകുന്നുണ്ട് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലൂടെ. കോൺക്രീറ്റ് ഒബ്ജക്ട്സിലൂടെ അവർ പല കാര്യങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അവർക്ക് അബ്സ്ട്രാക്ട് ഐഡിയാസിലൂടെയും ഇതേപോലെ തന്നെ സോൾവ് ചെയ്യാനും റീസണിങ് ചെയ്യാനും ലോജിക്കലി ചിന്തിക്കാനും ഒക്കെ അവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും. ലോജിക്കലി തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയിലുള്ള തോട്ട് പ്രോസസ്. അതാണ് ഈ ഒരു പീരീഡിൽ ആ ഒരു മേജർ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്, ഇവരുടെ കോഗ്നിറ്റീവ് എബിലിറ്റിയിൽ, ബുദ്ധിയിൽ എന്തൊക്കെയാണ് ഡെവലപ്മെന്റ് വരുന്നത്. കുട്ടികൾക്ക് ഇൻഫർമേഷൻസ് കൺസ്യൂം ചെയ്യാൻ അവർ എടുക്കുന്നു, കിട്ടുന്ന ഇൻഫർമേഷൻസ് അവർ എടുക്കുന്നു, അതിനെ അവർ അക്യൂമുലേറ്റ് ചെയ്യുന്നു പല പല ഐഡിയാസ് ആയിട്ട്. എന്നിട്ട് അവരുടെ മെമ്മറിയിൽ ഇതെല്ലാം സ്റ്റോർഡ് ആണ്. ഈ മെമ്മറിയിലുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടായിരിക്കും പിന്നെ അവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ കൺസ്യൂം ചെയ്യുന്ന ഇൻഫർമേഷനെ അവര് കൂട്ടി വെക്കാൻ നമ്മൾ പറയില്ലേ, നമ്മളൊരു അറിവ് നേടുന്നത് അങ്ങനെയാണല്ലോ. നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നതിനെ നമ്മൾ കുറച്ചും കൂടെ വലുതാവുമ്പോൾ, ഡെവലപ്പ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, കിട്ടുന്നതിൽ നിന്ന്, അതായത് ആളുകൾ പറയും ഇങ്ങനെ പാറ്റി പതിരെല്ലാം കളഞ്ഞ് നല്ലത് മാത്രം എടുക്കുക എന്നുള്ള രീതിയിൽ. ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ന്യൂട്രിയൻസ് ബോഡി എടുത്തിട്ട് ബാക്കി വേസ്റ്റ് ആയിട്ട് പുറന്തള്ളുന്ന പോലെ തന്നെ കിട്ടുന്ന ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് അതിൽ നിന്നും ബെസ്റ്റ് എടുക്കും. ആ രീതിയിലേക്ക് കുട്ടിയുടെ ബുദ്ധി വളരും. മുഴുവൻ അങ്ങ് വിഴുങ്ങുന്നതിനേക്കാളും അതിൽ നിന്നും ബെസ്റ്റ് എടുത്ത് അവരത് അക്യൂമുലേറ്റ് ചെയ്ത് എടുക്കും. അങ്ങനെ ഐഡിയാസ് അവർ ക്രിയേറ്റ് ചെയ്യും. അതെങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അവർ വളരും തോറും അവരുടെ മെമ്മറി മോർ എഫിഷ്യന്റ് ആയി മാറും. ലോജിക്കൽ തിങ്കിങ് ഇൻക്രീസ് ചെയ്യുന്നു. ആ ഒരു അവരുടെ ആ കപ്പാസിറ്റി കൂടുവാണ് ലോജിക്കലി തിങ്ക് ചെയ്യാനുള്ളത്. കുഞ്ഞു പ്രായത്തിൽ നമുക്കറിയാം കുട്ടികളോട് എന്ത് പറഞ്ഞാലും അവരത് വിശ്വസിക്കും. അവരുടെ അബ്സോർബൻ മൈൻഡാണ്, എന്തും അങ്ങനെ വിശ്വസിക്കും. പറ്റിക്കാൻ എളുപ്പമാണ്. തമാശക്കാണെങ്കിൽ എല്ലാരും പറ്റിക്കാറുണ്ട് കുട്ടികളെ. അമ്പിളിമാമനെ പിടിച്ചു തരാന്ന് പറയും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പിന്നെ ഏതെങ്കിലും ഇത് ഫ്രൂട്ടിന്റെ വിത്തകത്ത് പോയി കഴിഞ്ഞാൽ കുട്ടിയെ പറഞ്ഞ് പേടിപ്പിക്കുക, അത് ഉള്ളിൽ മരമായിട്ട് പുറത്തേക്ക് ഇങ്ങനെ വളരാൻ തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കുക. അതൊക്കെ നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ അതെല്ലാം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുട്ടി ലോജിക്കലി തിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോ കുട്ടിക്ക് മനസ്സിലാവും ഇറ്റ്സ് നോട്ട് പോസിബിൾ. ശരിയായ രീതിയിലുള്ള തോട്ട് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നു കുറച്ചുകൂടെ ഏജ് ആവുമ്പോഴേക്കും.
അപ്പൊ അവർക്ക് മനസ്സിലാവാൻ നടക്കില്ല. അപ്പൊ ആ ഒരു കപ്പാസിറ്റി അവരുടെ ഇൻക്രീസ് ചെയ്യുന്നു അവർ വളരും തോറും. അപ്പൊ അങ്ങനെ പിന്നെ ഇൻഫർമേഷൻസ് കിട്ടുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു, അത് അപ്ലൈ ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, അതായത് പല മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവരെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവർ ഈ മനസ്സിലാക്കിയ അവരുടെ ആ ഒരു ഇന്റലക്ച്വൽ ലെവൽ, ആ കോഗ്നിറ്റീവ് ലെവൽ അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് ചില കുട്ടികൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് കാണാം. വീട്ടിൽ തന്നെ മോനൊക്കെ ആണെങ്കിൽ ശരി, അവരിങ്ങനെ നമ്മൾ എന്തെങ്കിലും വളരെ കഷ്ടപ്പെട്ട് ചെയ്യായിരിക്കും, പക്ഷെ അവരത് വളരെ ഈസി ആയിട്ട് ഒരു അവര് വേറെ അവരുടെ ഒരു ഇന്റലക്ച്വൽ ലെവൽ അപ്പൊ വേറെ ആയിരിക്കും. ആ ഒരു ലോജിക്കലി തിങ്ക് ചെയ്ത് അവരത് ചെയ്യും. അങ്ങനെ അവന്റേതായിട്ടുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ മാസ്റ്റർ ആയിട്ട് കുട്ടി വളരുവാണ്. ഇങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഹിസ് ഓൺ വേൾഡ് എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ അത് ശരിക്കും ഒരു ഇന്റലക്ച്വലിന്റെ ഒരു ലക്ഷണമാണ്. ആ ഒരു മാസ്റ്റർ ഓഫ് എ വേൾഡ്, അവന്റെ ഒരു ലോകത്തെ മാസ്റ്റർ അവനാണ്. എല്ലാ കാര്യങ്ങളും അവന് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എൻവയോൺമെന്റിൽ നടക്കുന്ന പല ചേഞ്ചസും, ഫിസിക്കൽ ആണെങ്കിലും നാച്ചുറൽ ആണെങ്കിലും അങ്ങനെ പല ചേഞ്ചസും അത് മനസ്സിലാക്കി അതിന്റെ കോസ് ആൻഡ് എഫക്റ്റ്, മഴ പെയ്യുന്നത്, അതുപോലെ തന്നെ ചെടി വളരുന്നത്, കിളികൾ പാടുന്നത്, കിളി മുട്ടയിടുന്നത്, അങ്ങനെ എന്തൊക്കെ ചേഞ്ചസ് എൻവയോൺമെന്റിൽ അവൻ കാണുന്നുണ്ടോ അതെല്ലാം അതിന്റെ കോസ് എഫക്ട് റിലേഷൻഷിപ്പ് എല്ലാം തന്നെ ആള് മനസ്സിലാക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇന്റലക്ച്വൽ എന്ന് പറയുന്നത്. അപ്പൊ അഡൾട്ട്ഹുഡ് ആവുമ്പോഴേക്കും ആ ലൈഫ് ലോങ് ലേണിംഗ് ശരിക്കും നടക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ലൈഫ് ലോങ് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പിയാജയുടെ നമ്മൾ പറഞ്ഞത് ആ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 years തുടങ്ങിയിട്ട് ആ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് വരും. പിന്നെ അത് അബ്സ്ട്രാക്ട് ഐഡിയാസിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു, ക്രൂണർ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ ഒരു കുട്ടിയുടെ സ്കിൽ എന്ന് പറയുന്നു കഴിഞ്ഞാൽ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാകും, നല്ല മെമ്മറി ഉണ്ടാകും, അതുപോലെ തന്നെ ലാംഗ്വേജ് മനസ്സിലാക്കാനായിട്ട് കഴിയും, പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് ഉണ്ടാകും. ഇനി ഇതിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഈ ഒരു ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ജെനറ്റിക്സ്, ആ ഒരു ഹെറിഡിറ്ററി ആയിട്ട് വരുന്നത്. അച്ഛനും അമ്മയ്ക്കും നല്ല രീതിയിലുള്ള ഒരു ഇന്റലക്ച്വൽ ലെവൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുട്ടിയിലും അത് കാണും. പിന്നെ നർച്ചറിങ്,
എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു. എനിക്ക് എന്തെങ്കിലും കണക്ട് ആവുന്നില്ലായിരുന്നു. മൊബൈലിൽ നിന്നും കണക്ട് ആക്കാൻ നോക്കി. സോറി ട്ടോ. നല്ല രീതിയിൽ പറഞ്ഞോണ്ടിരിക്കും. ഓക്കെ, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞ സൈക്കോ അനാലിസ്റ്റുകളുടെ എല്ലാം ഒബ്സർവേഷൻസ് നമുക്ക് കണക്ട് കേൾക്കാലോ അല്ലെ? നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നുമില്ലല്ലോ? യെസ് മാം, കേൾക്കാം. താങ്ക് യു. അപ്പൊ എല്ലാവരുടെയും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇവിടെ ബ്രൂണർ, പിയാജെ, വിഗോസ്കി, അതുപോലെ തന്നെ എറിക്സൺ, പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ്, ഇവരുടെ എല്ലാം അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടികളിലെ ഒബ്സർവേഷൻ, നമ്മൾ ഹെറിഡിറ്ററിയുടെ കാര്യം പറഞ്ഞു, ഒരു ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരു കുട്ടിയുടെ ബുദ്ധിയെ. അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ ഫാമിലിയില് ഫ്രം ഫാദർ സൈഡ് ആണെങ്കിലും മദർ സൈഡ് ആണെങ്കിലും നല്ല രീതിയിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുട്ടിയിലും അത് അതിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ കാണും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ കുട്ടിയെ വളർത്തുന്നത്, നർച്ചർ ചെയ്യുന്നത്, നല്ലൊരു എൻവയോൺമെന്റിൽ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് രീതിയിൽ വളർത്തുമ്പോൾ അതും കുട്ടിയുടെ ഇന്റലക്ച്വൽ ഡെവലപ്പ് ആകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? നെക്സ്റ്റ് പാരഗ്രാഫ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാപ്പോഴേക്കും ഉണ്ടായിരുന്ന ആൻഡോറിൽ പോയി വായിച്ചു. There is a natural tendency in every child to become independent. The child wants to explore the movement and gain control over his or her muscles and develop better coordination. If opportunities are not given to them for such an analysis, they are not likely to become self-confident and are likely to tag behind in developing motor skills. Children generally start speaking words like ba, pa, ma around 6 months and gradually their vocabulary increase. Talking to them and encouraging them to talk, their vocabulary increase. Talking to them and encouraging them to talk on stage is very important for their language development. Early stimulation helps them to practice mastering the language. There are many children who do not get the right kind of environment during childhood days. There is no one to boot them and any facility, even if they have all the potential and environmental conditions prevailing at home, tend to cartoon their growth and development. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു എല്ലാ കുട്ടികൾക്കും ഇൻഡിപെൻഡന്റ് ആകാനുള്ള നാച്ചുറൽ ടെൻഡൻസി ഉണ്ട്. കുട്ടികൾ വാശി പിടിക്കുന്ന കാണാറില്ലേ, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ ആ ഒരു ടെൻഡൻസി കുട്ടികളിലുണ്ട്. കുട്ടിക്ക് എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാനും അവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൺട്രോള്. കുട്ടി ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ ഇനീഷ്യലി തുടങ്ങുമ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മള് വീട്ടില് ജഗ്ഗില് അല്ലെങ്കിൽ ഒരു ബോട്ടിലില് ഇതുപോലെ വെള്ളം നിറച്ച് വെക്കുമായിരിക്കും കുടിക്കാൻ. എല്ലാവർക്കും ഗ്ലാസ്സും ഉണ്ടാകും. നമുക്ക് കുടിക്കണം എന്ന് തോന്നുമ്പോൾ ജഗ്ഗിന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമ്മൾ അങ്ങ് കുടിക്കും അല്ലെ? ഇത് കാണുമ്പോൾ കുട്ടിക്കും അത് തന്നെ ചെയ്യണമെന്ന ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് ജഗ്ഗിന്ന് അത് എടുത്തിട്ട് കുടിക്കാനായിട്ട് എടുക്കും. അപ്പോ നമ്മൾക്ക് അറിയാം ജഗ്ഗിൽ എത്രത്തോളം വെള്ളമുണ്ട്, അതിനനുസരിച്ച് എങ്ങനെ പോർ ചെയ്യണം, എത്ര ചരിക്കണം, എത്ര എഫേർട്ട് എടുക്കണം എന്നുള്ളത് നമ്മൾക്കറിയാം. പക്ഷെ ഒരു കുഞ്ഞിന് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. അവന്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഈ ജഗ്ഗിന്ന് വെള്ളോട് തൊഴിക്കുന്നത്. അപ്പൊ എന്താ പറ്റുന്നത്? ഗ്ലാസും ഓവർഫ്ലോ ചെയ്ത് വാട്ടർ അങ്ങ് സ്പിൽ ഔട്ട് ആയി പോകും. അപ്പോ ആ സമയത്ത് നമ്മൾ ഷൗട്ട് ചെയ്ത് എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്, ഞാൻ ചെയ്തു തരില്ലായിരുന്നു, ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ല, അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവന്റെ സെൽഫ് എസ്റ്റീം, ആ ഒരു സെൽഫ് കോൺഫിഡൻസ് അതങ്ങ് ലോ ആകും. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ആ ഒരു ഇത് ആദ്യം തന്നെ ഫീഡായി പോകും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ. അതേസമയം നമ്മൾ സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു തുണി എടുത്തു കൊടുത്ത് നീ അവിടെ അങ്ങ് തുടച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഹാപ്പി ആകും. അവൻ ചെയ്തതിന്റെ അത് അവൻ തുടച്ച് വൃത്തിയാക്കും. നെക്സ്റ്റ് ടൈം അവൻ ഇതുപോലെ തന്നെ വെള്ളം എടുക്കാൻ വരുമ്പോ അവന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് അവന്റെ ഉള്ളിലുണ്ട്, അതിന്റെ ആ ഒരു പിക്ചർ അവന്റെ ഉള്ളിലുണ്ട്. അവൻ എന്ത് ചെയ്യും? അത് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കി അവൻ ചെയ്യും. അപ്പൊ സ്പിൽ ഔട്ട് ആവുന്നത് ചിലപ്പോ 1-2 തുള്ളിയായിരിക്കും. അപ്പൊ അങ്ങനെ പല പ്രാവശ്യമാകുമ്പോ അവൻ നല്ല പ്രോപ്പർ ആയിട്ട് ഗ്ലാസ്സിൽ കറക്റ്റ് വെള്ളം നിറച്ച് കുടിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെയാണ് അവന്റെ ഓൺ ആക്ഷൻസിന്റെ കൺട്രോൾ കിട്ടുന്നു എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡ്രസ് ഇടുമ്പോ, ബട്ടൺ ഇടുമ്പോ, സിപ്പ് ഇടുമ്പോ, ബെൽറ്റ് കെട്ടുമ്പോ, ഇതൊക്കെ ഇവൻ തന്നെ ചെയ്ത് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ചെയ്ത് അവൻ ചെയ്യുന്ന ആക്ഷൻസിന്റെ കൺട്രോള് അവന് തന്നെ കിട്ടും. അങ്ങനെ ആ ഒരു അപ്പൊ നമ്മൾ അതിനൊന്നും അനുവദിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? വലുതാവുമ്പോഴും അവനൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അവൻ
ഒരു ഡിപ്പെൻഡന്റ് ആയിരിക്കും, ഇങ്ങനെ ആരെങ്കിലും അവന് വേണം എല്ലാം ചെയ്തു കൊടുക്കാനായിട്ട്, ആ രീതിയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം എന്നാണ് പറയുന്നത് കുട്ടികൾക്ക്. ഡോക്ടർ മോണ്ടിസോറി അതാണ് ആ ഒരു മോണ്ടിസോറി സ്കൂളില്, മോണ്ടിസോറി ക്ലാസ് റൂമില് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റെക്കോർഡ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ മെറ്റീരിയൽസ് അതിനകത്തുണ്ട്. ഇതൊക്കെ എന്തിനാന്ന് നമുക്ക് ആദ്യം മനസ്സിലാവില്ല. പിന്നെ നമ്മൾ ഇതിന്റെ തിയറി പഠിച്ച് ഇത് എന്തിനാണ് ഓരോ മെറ്റീരിയൽസ് എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇത് കുട്ടിയുടെ ഈ ഓരോരോ ലെവലിലുള്ള നോളജ്, ആ ഒരു ലെവൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാകും. അതായത് നമുക്ക് ഡ്രസ്സിംഗ് ഫ്രെയിംസ് ഉണ്ട്. ആ ഡ്രസ്സിംഗ് ഫ്രെയിമില് ബട്ടൺ വെച്ചിട്ടുള്ള ഫ്രെയിം ഉണ്ട്, സിബ് കൊണ്ടുള്ള ഫ്രെയിം ഉണ്ട്, പിന്നെ ബക്കിൾ, ബാഗിന്റെ ഒക്കെ ഒരു ബക്കിള് പോലത്തെ അങ്ങനത്തെ ഫ്രെയിം ഉണ്ട്. അതൊക്കെ കുട്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവൻ അവന്റെ ഓൺ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഡ്രസ്സ് തന്നെ ഇടാനും ബാഗ് തന്നെ റെഡിയാക്കാനും സിബ് ഉള്ള എന്തെങ്കിലും ആണെങ്കിൽ സിബ് ഇടാനും അതെല്ലാം അവൻ പഠിക്കും. അങ്ങനെ കുട്ടികളുടെ മോട്ടോ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുവാണ്, അവരുടെ ബോഡിയുടെ മൂവ്മെന്റ് അത് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ, സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് മാറുന്നു. പലപ്പോഴും കുട്ടികള് 6 മാസമൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ആയിട്ടില്ലേ അവരുടെ വായിൽ നിന്ന് വരുള്ളൂ, അച്ഛ, അമ്മ, അമ്മ, അപ്പ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവരുടെ വൊക്കാബുലറിയും ഇൻക്രീസ് ചെയ്യും. അവർക്ക് എങ്ങനെ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടെങ്കിൽ അവരുടെ ലാംഗ്വേജും ഡെവലപ്പ് ചെയ്യും. അവരോട് സംസാരിച്ച് അവരെ എൻകറേജ് ചെയ്ത് അങ്ങനെ നമ്മൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് മനസ്സിലാവില്ല എന്നുള്ളത് സെക്കൻഡറി. നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുമ്പോഴേക്കും അവരിങ്ങനെ റെസ്പോണ്ട് ചെയ്യും. നമ്മളുടെ ശബ്ദം കേൾക്കുമ്പോൾ ചിരിക്കും, അവരുടെ കൈയെടുത്ത് ആക്ഷൻ കാണിക്കാൻ, കിടക്കുന്ന പ്രായത്തിലൊക്കെ അതൊക്കെ അവരെന്തൊക്കെയോ പറയാനായിട്ടൊക്കെ ശ്രമിക്കും. പക്ഷെ ഉദ്ദേശിച്ച പോലെ ഒന്നും അവർക്ക് വാക്കുകളൊന്നും വരില്ല. പക്ഷെ പതുക്കെ പതുക്കെ അവര് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ എല്ലാത്തിന്റെയും ആ ഒരു സ്റ്റിമുലേഷൻ നമ്മൾ കൊടുക്കണം, നമ്മളൊന്ന് ട്രിഗർ ചെയ്യണം. എന്നാലാണ് അവരുടെ ഡെവലപ്മെന്റ്, ആ ഒരു സപ്പോർട്ടാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് കാണാം പല കുട്ടികളുണ്ട് അവർക്ക് ഇതുപോലുള്ള റൈറ്റ് എൻവയോൺമെന്റ് കിട്ടാതെ പോകുന്നു. പലപ്പോഴും കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റ് കിട്ടാതെ പോകുന്നു. അവർക്ക് വളരാൻ നല്ലൊരു എൻവയോൺമെന്റ് കിട്ടാതെ പോകുമ്പോൾ അവരുടെ എല്ലാ ഡെവലപ്മെന്റ് സ്റ്റേജും മുരടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, വളർച്ച മുരടിക്കും. ഒരു ചെടി നല്ലൊരു സ്ഥലത്തല്ല വളരുന്നെങ്കിൽ അത് മുരടിച്ചു പോകും അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ട് ചെടികൾ മുരടിച്ചു പോകുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ചൈൽഡ്ഹുഡ് ഡേയ്സിൽ അവർക്ക് വേണം. അങ്ങനെ ദർ ഈസ് നോ വൺ ടു ബൂട്ട് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട്. ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല, ഒരു ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അവർക്ക് ഉള്ളിൽ കഴിവുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള എൻവയോൺമെന്റ് ആകുമ്പോഴേക്കും അത് അവരെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റ്, അവരുടെ വളർച്ചയെ, ശരീരത്തിന്റെ വളർച്ചയും മനസ്സിന്റെ ആ ഒരു വളർച്ച ഡെവലപ്മെന്റ്, ആ മൈൻഡിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ പല സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ടല്ലേ. കോഗ്നിറ്റീവ്, സോഷ്യൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ്, എല്ലാ ഡെവലപ്മെന്റും അങ്ങ് താഴ്ന്നു പോകും. അതുകൊണ്ട് റൈറ്റ് എൻവയോൺമെന്റും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഫാമിലിയിൽ എല്ലാവരും ഭയങ്കര ജീനിയസ് ആണ്, നല്ല പഠിപ്പിസ്റ്റുകളായിരുന്നു, നല്ല ജോലിയിൽ കയറി എന്ന് പറഞ്ഞുണ്ടാകുന്ന ഒരു കുട്ടിയും അങ്ങനെ തന്നെ ആവണമെങ്കിൽ അവനെ അതുപോലെയുള്ള റൈറ്റ് എൻവയോൺമെന്റിൽ അവനെ വളർത്തണം ശരിയായ രീതിയിൽ. സ്ഫടികം മൂവിയില് മോഹൻലാലിന്റെ ഭയങ്കര ഇൻബോൺ ടാലൻസ്, മോഹൻലാലിന്റെ ആ ക്യാരക്ടർ ചെയ്യുന്ന ആ കുട്ടിയിൽ നമുക്ക് കാണാം. നല്ല ടാലൻസ് ഉള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ അവന്റെ അച്ഛൻ അവന്റെ ആ ടാലൻസ് വളരുന്ന രീതിയിലുള്ള ഒന്നും അവന് പ്രൊവൈഡ് ചെയ്തില്ല, അവനെ തളർത്തുകയായിരുന്നു. അങ്ങനെ ആ കുട്ടിയുടെ ലൈഫേ നാശമായി വേറൊരു ലെവലിലേക്ക് എത്തുന്നത് നമ്മൾക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പൊ അതാണ് പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റും കുട്ടികളുടെ ഗ്രോത്ത് അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ്. അതിന് പോയിന്റ്സ് ആയിട്ട് ഏതൊക്കെ ഏരിയയിലാണ് മെന്റൽ ഡെവലപ്മെന്റ് വേണ്ടത് പോയിന്റ്സ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ കൺസെപ്ഷൻ ഫോർമേഷന്റെ അവിടെ കൺസെപ്ഷന് പകരം കൺസെപ്റ്റ് എന്നാക്കണം കേട്ടോ. കൺസെപ്റ്റ് ഫോർമേഷൻ അതാരെങ്കിലും വായിച്ചു. Areas of mental development. The following are the important area of mental development. A. Concept formation. B. Development of problem solving skills. C. Development of sensation and perception. D. Development of memory.
E. Development of thinking and reasoning. F. Development of imagination. G. Language development. Okay, so first one, concept formation. കൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾ ലേൺ ചെയ്യുന്നു, പല സ്പെസിഫിക് എക്സ്പീരിയൻസിലൂടെ പലതും സോർട്ട് ഔട്ട് ചെയ്യാൻ നമുക്ക് ഒരു കൺസെപ്റ്റ് കിട്ടുന്നു നമ്മൾ പറയില്ലേ, കൺസെപ്റ്റ് ഫോം ചെയ്യുന്നു നമ്മുടെ ഉള്ളില്. പലതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ഓരോന്നിനെ കുറിച്ചുള്ള ഓരോ കൺസെപ്റ്റ് കിട്ടുന്നത്. അതാണ് കൺസെപ്റ്റ് ഫോർമേഷൻ. നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റിന്റെ പല ഒരു ഐഡിയ ആണ്. ഇപ്പോ മഴ പെയ്യുന്നത് എങ്ങനെ, അതൊരു കൺസെപ്റ്റ് ആണല്ലേ. മഞ്ഞ് വീഴുന്നത്, മഴ പെയ്യുന്നത്, ചെടി വളരുന്നത്, ബട്ടർഫ്ലൈ ഉണ്ടാകുന്നത്, അതൊക്കെ നമുക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി, അതാണ് ഓരോ കാര്യങ്ങളും അത് കൺസെപ്റ്റ് മനസ്സിലാക്കുന്നത്. അതാണ് കൺസെപ്റ്റ് ഫോർമേഷൻ. ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്ത് പെട്ടെന്ന് തന്നെ അതിന് പറ്റുന്ന സൊല്യൂഷൻ അത് ചെയ്യുക എന്നുള്ളത്. പ്രോബ്ലം സോൾവിങ് സ്കിൽ. ഇപ്പൊ ആളുകൾ എന്താ ചെയ്യുന്നത്, പ്ലാൻ എ പ്ലാൻ ബി, ഫസ്റ്റ് പ്ലാൻ വർക്ക്ഔട്ട് ആയെങ്കിൽ സെക്കൻഡ് പ്ലാൻ ബി എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യും. അത് ടെസ്റ്റ് ചെയ്ത് നോക്കും, അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. പല പല സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, അത് എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും അത് വർക്ക്ഔട്ട് ആയോ എന്നുള്ളത്, എന്നിട്ട് അതിന്റെ റിവ്യൂ റിസൾട്ട് ഇതൊക്കെ നോക്കും. ഇതാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽസിൽ വരുന്നത്. ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. സെൻസേഷൻ നമുക്കറിയാം, നമ്മളുടെ സെൻസസ്, നമ്മളുടെ എല്ലാവരുടെയും ഏതെങ്കിലും ഒരു സെൻസ് വളരെ ഷാർപ്പായിരിക്കും. ആ രീതിയിൽ സെൻസേഷൻ ഒരാളുടെ എബിലിറ്റിയാണ്. നമുക്ക് ആ സെൻസസ് യൂസ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എബിലിറ്റി. അതായത് ഇപ്പോ ടച്ച് ചെയ്ത് പെയിൻ മനസ്സിലാക്കാൻ പറ്റുന്നു, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നു, മൂവ്മെന്റ് മനസ്സിലാക്കാൻ പറ്റുന്നു, പൊസിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അതാണ് സെൻസേഷൻ എന്ന് പറയുന്നത്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓരോരുത്തരും പല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളുടെ ഇന്റലക്ച്വലിനനുസരിച്ചായിരിക്കും, നമ്മളുടെ ബുദ്ധിക്ക് അനുസരിച്ചായിരിക്കും. കാണുന്ന കാഴ്ചകളെ ബ്രെയിൻ അനാലിസിസ് ചെയ്യുന്നത് ആ ഒരു പെർസെപ്ഷൻ. എന്നിട്ട് അത് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത് അതാണ്, ആ വരുന്ന സാധനം അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പെർസെപ്ഷൻ പലരും മാറി മാറി വരും, കാരണം അത് നമ്മളുടെ ബുദ്ധിക്ക് അനുസരിച്ചാണ്. നമ്മൾ എങ്ങനെയാണോ കാര്യം മനസ്സിലാക്കി എടുക്കുന്നത് അതിനനുസരിച്ചാണ് ബ്രെയിൻ അതിനെ ഒരു മെന്റൽ ഇമേജ് ആക്കി മാറ്റി നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓരോരുത്തരുടെയും പെർസെപ്ഷൻ ഡിഫറെന്റ് ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ. പിന്നെ മെമ്മറിയുടെ ഡെവലപ്മെന്റ്, നമുക്ക് തിങ്ക് ചെയ്യാനും റീസൺ ചെയ്യാനും അതിന്റെ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ, കാര്യങ്ങൾ നമുക്ക് ഇമാജിൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നല്ല നർച്ചറിങ് ആയിട്ടുള്ള എൻവയോൺമെന്റ് നമുക്ക് വീട്ടിൽ വേണം. കാരണം കുട്ടികൾ ആദ്യം ജനിച്ചു വീഴുന്നത് വീട്ടിലാണ്. അപ്പൊ വീട്ടിലുള്ള എൻവയോൺമെന്റ് ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് നല്ല രീതിയിൽ പോഷകം നൽകുന്നതായിരിക്കണം. സോ പ്രൊവൈഡിങ് എ നർച്ചറിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് അറ്റ് ഹോം. അതാരെങ്കിലും ഒന്ന് വായിക്കാമോ? By giving them the opportunity to explore and experiment, by talking to them and boost them to talk, by allowing them to ask questions and arousing their curiosity, by indulging a dialogues and communicate with them. നമ്മൾക്കറിയാം, നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഉണ്ടെങ്കിലും ഒക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. സ്കൂളുകളിലാണെങ്കിലും എല്ലാം അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, പുറത്തെ കാഴ്ചകൾ കാണാനും പുറം ലോകവുമായിട്ട് കണക്റ്റഡ് ആകാനും, എന്നിട്ട് അവരത് എക്സ്പെരിമെന്റ് ചെയ്യുന്ന രീതിയിൽ അവരോട് സംസാരിക്കണം. അവരെ സംസാരിക്കാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കണം. പിന്നെ പലപ്പോഴും കുട്ടികൾ വൈ ക്വസ്റ്റ്യൻ നല്ല പോലെ ചോദിക്കും, WH ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചോദിക്കും അല്ലെ. അവരെ അതിന് സമ്മതിക്കുക, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക. അവരുടെ ക്യൂരിയോസിറ്റി ആയിരിക്കും. അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അത് അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അവരുമായിട്ട് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എങ്ങനെയൊക്കെയാണ് നല്ലൊരു എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി പാരന്റ്സിന്റെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെയും റോൾ എന്താണെന്നുള്ളതാണ്. യെസ്, പറയാൻ മാറി. റോൾസ് ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. വായിക്കാനാണോ മാം? യെസ്. Role of parents and teachers.
to provide a warm and nurturing environment, to listen to them and have a dialogue instead of instructing do's and don'ts, to be sensitive of their feelings, to set expectation according to age and individual ability, to avoid showing favoritism amongst them, to avoid comparison with other children, to help them in attain social and emotional maturity, to be delicate in behavior towards them. അവർക്ക് വളരാൻ സഹായിക്കുന്ന രീതിയിൽ നല്ലൊരു സ്നേഹത്തോടുള്ള ഊഷ്മളമായ എന്നൊക്കെ പറയില്ലേ ഒരു എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. കുട്ടികളെ കേൾക്കുക, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുക, എന്നിട്ട് അവരോട് സംസാരിക്കുക. അല്ലാതെ അവരോട് അത് ചെയ്യണം ഇത് ചെയ്യരുത് അങ്ങനെയുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. പിന്നെ അവരുടെ ഫീലിങ്സ് നമ്മൾ ഉൾക്കൊള്ളണം, നമ്മളത് സെൻസിറ്റീവ് ആയിരിക്കണം. നമ്മളത് അവരുടെ ഫീലിങ്സ് നമ്മൾ കേൾക്കുമ്പോൾ ചിരിയൊക്കെ വരുമായിരിക്കും, പക്ഷെ എന്നാലും അവരുടെ സ്ഥാനത്ത് നിന്ന് അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. പിന്നെ അവരുടെ പ്രായത്തിനനുസരിച്ചും അവരുടെ ഓരോ കുട്ടിക്കും ഓരോ കഴിവായിരിക്കും. വീട്ടിൽ തന്നെ 2 or 3 കുട്ടികൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു കുട്ടിയെ പോലെ ആയിരിക്കില്ല മറ്റേ കുട്ടി, അവരുടെ കപ്പാസിറ്റി ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ അവരുടെ ഏജ് അനുസരിച്ചും അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കഴിവനുസരിച്ച് മാത്രം നമ്മൾ പ്രതീക്ഷ വെക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഓവർ എക്സ്പെക്ടേഷൻസ് ഒരു കുട്ടിയിലും വെക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടിയോട് പ്രത്യേക സ്നേഹം കാണിക്കുക, ഫേവറേറ്റിസം അങ്ങനത്തെ ഉള്ള രീതിയിൽ, അങ്ങനെ ഒരു ബയസ്ഡ് ആയിട്ടുള്ള രീതി ഒഴിവാക്കുക. ഒരാളെ ഭയങ്കര കാര്യമായിട്ട് മറ്റേ ആളോട് അധികമല്ല അങ്ങനെ ചെയ്യരുത്. പിന്നെ കമ്പാരിസൺ ചെയ്യാതിരിക്കുക. അവർക്ക് നല്ലപോലെ അവർ സോഷ്യലൈസ് ചെയ്യാനും അവരുടെ ഇമോഷണൽ അതൊക്കെ സ്ട്രെസ് സ്ട്രെയിൻ അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ വരുന്നതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനുമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. കുട്ടികൾക്ക് ചിലപ്പോൾ പറ്റാതെ വരും അവര് ചില കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ, അത് തന്നെ മാനേജ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. അവരോട് പെരുമാറുമ്പോൾ നമ്മൾ അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറണം, വളരെ ഹാർഡായിട്ട് റഫായിട്ടൊന്നും അല്ല കുട്ടികളോട് പെരുമാറുന്നത്. ടു ബി ഡെലിക്കേറ്റ് ഇൻ ബിഹേവിയർ ടുവേഴ്സ് ദം. ഓക്കെ, ഇനി ഒരു കുട്ടിയുടെ ഒരു സ്റ്റിമുലേറ്റിംഗ് വളർന്നു വരുന്നോണ്ടിരിക്കുന്ന ട്രിഗർ ചെയ്തു പോകുന്ന ഒരു കുട്ടിയുടെ ലൈഫിലെ ഡെവലപ്മെന്റിന്റെ മൈൽ സ്റ്റോൺസ്, നമ്മൾ നാഴികക്കല്ലുകൾ എന്ന് പറയില്ലേ, ഗോൾ പോസ്റ്റ് അങ്ങനെ പറയുന്ന ആ ഒരു മൈൽ സ്റ്റോൺസ് അതെല്ലാം എന്താണെന്നുള്ളത് സക്സസീവ് പാറ്റേൺ. ഇതൊരു ജനറൽ ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എല്ലാ കുട്ടികളിലും ചിലപ്പോൾ ഈ രീതിയിൽ പോകണമെന്നില്ല. നമുക്കറിയാം ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളും അങ്ങനെ IDD കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ജനറലി ഒരു കുട്ടിയുടെ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. നമുക്കത് കുറേ പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് ഏജ് വയസ്സാണ്. 6 monthന്റെ അങ്ങനെ വന്ന് പിന്നെ 1 year വരുന്നു. 1 year ഓരോ ഇയറിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾ വായിക്കാം. അപ്പൊ 1 year ആകുന്നത് 8ാമത്തെ സ്റ്റെപ്പിലാണ് 1 year പറയുന്നത്. അപ്പൊ 7 വരെ ഒരാൾ വായിക്കുക, പിന്നെ 1 yearന്റെ വായിക്കുക, പിന്നെ 3 year 15 എന്നുള്ള നമ്പറിലാണ് വരുന്നത്, പിന്നെ 4 year 17 എന്നുള്ള നമ്പറിൽ, അങ്ങനെ ഓരോ ഇയർ വൈസ് ഒന്ന് വായിക്കുക. 3 year മാത്രമേ കുറച്ചുള്ളൂ. അപ്പൊ 7 വരെ ആരെങ്കിലും റീഡ് ചെയ്തോളൂ. I am 6 months old. I can sit. I love to look at interesting mobile phones on cradle. I try to grasp things in my hands. I love to hold and shake rattle. I express myself. I love to imitate repetitive sounds like ba ba by crying pa pa da da and cooling. I smile seeing my mother. I love to play peek, a boo, hide and seek. I begin to search for the object as they move out of sight. I love to play the games hide and seek. ഓക്കെ, ഇത് വലിയ എക്സ്പ്ലനേഷന്റെ കാര്യമില്ല, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഒരു 6 month old ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇരിക്കാൻ പറ്റും, പിന്നെ മൊബൈൽ ഫോൺസ് അങ്ങനത്തെ സെൻസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് വേണ്ട. ഇൻട്രസ്റ്റിംഗ് തിങ്സ് നമുക്കറിയാം. തൊട്ടിലിന്റെ മുകളിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനം കിട്ടിയിട്ടും അതിലൊക്കെ തന്നെ ഇങ്ങനെ നോക്കി കിടക്കും എത്ര നേരം വേണമെങ്കിലും. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. ആ ഇങ്ങനെ നമ്മള് കിളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, റാറ്റിൽ, ആ ശബ്ദം കേൾക്കുന്ന അതാണല്ലോ നമ്മൾ ഫസ്റ്റ് ടോയ് ഒരു ബേബിക്ക് വാങ്ങുന്നത്. അത് പിടിക്കാനും അത് ഷെയ്ക്ക് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ എല്ലാം എക്സ്പ്രസ് ചെയ്യാനായിട്ട് താല്പര്യമായിരിക്കും. പിന്നെ സൗണ്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്യും. പിന്നെ കരയും, കൂയിങ് സൗണ്ട് ഒക്കെ ഉണ്ടാക്കും, പാപ്പ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും. കൂയിങ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്ലി ലവിംഗ്ലി അങ്ങനത്തെ ഒരു ശബ്ദം കുട്ടികൾ ഉണ്ടാക്കുന്നത്. പിന്നെ അമ്മയെ കാണുമ്പോൾ ഭയങ്കര ചിരിയായിരിക്കും. പിന്നെ ഹൈഡ് ആൻഡ് സീക്ക്, പീക്കബൂ ഇതൊക്കെ കളിക്കാനായിട്ട് ഇഷ്ടമായിരിക്കും. പിന്നെ
കണ്ണിന് മുന്നിലൂടെ എന്തെങ്കിലും സാധനങ്ങൾ മാറിപ്പോകുന്നത് അത് അങ്ങനെ അത് നോക്കും. പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് അത് കളിക്കും, അങ്ങനെയൊക്കെ കളിക്കും. പിന്നെ 1 year. വായിക്കട്ടെ മാം. യെസ്. I am 1 year old now. I can run, I can love to jump, hop, and run in an ample space. I can climb stairs with support. I love to play ball games. I can talk to Mamagon. I love to play with the toys which I can manipulate. I can drink milk, ask for food, and I love to help my mother in her daily chores. Next, I can follow simple instruction of my age. I love to be with the other children. I can express my toilet needs. സോ 1 year ഓടും, ചാടും, അങ്ങനെ ഹോപ്പ് ചെയ്യും, അങ്ങനെ രീതിയിൽ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ സപ്പോർട്ടോടുകൂടി സ്റ്റെയർ കയറും, ഗെയിം ബോള് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അത് കളിക്കാൻ ഇഷ്ടമായിരിക്കും. ഐ ക്യാൻ ടോക്ക് ടു മാമഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂറോപ്യൻ കൺട്രീസിൽ ആയിട്ട് എഴുതിയിരിക്കുന്നതാണല്ലോ. അപ്പൊ മാമഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറിയിലെ സ്ട്രിക്റ്റ് മദറാണ്. അപ്പൊ അമ്മ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അമ്മയായിട്ട് അങ്ങനെ സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ടോയ്സ് വെച്ച് കളിക്കാനായിട്ട് ഇഷ്ടപ്പെടും. അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടേതായ രീതിയിൽ കളിക്കും, പാല് കുടിക്കും. പിന്നെ അതുപോലെ തന്നെ ഫിഷിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിമാൻഡ് ചെയ്യും. പിന്നെ അമ്മ ചെയ്യുമ്പോൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ, അമ്മ ചെയ്യുന്ന ഡെയിലി ടാസ്കിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഇഷ്ടം ഉണ്ടാവും. പിന്നെ അതായത് തുണിയൊക്കെ മടക്കി വെക്കുമ്പോൾ ഓടി വന്ന് അതുപോലെ ചെയ്യാനൊക്കെ ആയിട്ട് നോക്കുമല്ലോ. പിന്നെ മറ്റു കുട്ടികളെ കാണുമ്പോൾ, പിയർ ഗ്രൂപ്പിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അവരോടൊപ്പം കളിക്കാനായിട്ട്. പിന്നെ ടോയ്ലറ്റിൽ പോകുന്ന ആ ഒരു സെൻസേഷൻ ഒക്കെ മനസ്സിലാകും, അത് പറയും, അത് എക്സ്പ്രസ് ചെയ്യും. നെക്സ്റ്റ് 3 year old. 3 year old ഒരു മാത്രമേ ഉള്ളൂ, ഞാനത് നമുക്ക് പറയാം. ഐ ക്യാൻ ജംപ്, ഹോപ്പ് ആൻഡ് റൺ. സെയിം തന്നെ, ഓടാനും ചാടാനും ഒക്കെ പറ്റും. പിന്നെ മ്യൂസിക് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് ബോഡി മൂവ് ചെയ്ത് ഡാൻസ് കളിക്കാനായിട്ട് ആ ഒരു ഇഷ്ടം കാണിക്കും. നെക്സ്റ്റ് 4 year old. അതാരെങ്കിലും വായിച്ചു. I am 4 years old. I can ride a bicycle. I love to ride a tricycle. I can dress and undress, and I love to dress and undress myself. I can identify objects. I love to play with different materials like animals, fruits, vegetables, and explore the texture, size, and shape. I can speak in sentences and express my feelings and needs. I love to scribe and color using crayons. I can take care of my toilet. I love to play with the children of my age. I love to listen to stories of animals. I love to recite rhymes. സോ 4 year old. ആ സമയത്ത് നമ്മൾ ചെറിയൊരു സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുക്കും, 3 വീലുള്ള സൈക്കിൾ തന്നെ. അത് ഓടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഡ്രസ്സ് തന്നെ ഇടാനും ഊരാനും ഒക്കെ ഇഷ്ടമായിരിക്കും. പിന്നെ സാധനങ്ങളെല്ലാം മനസ്സിലാകാനായിട്ട് തുടങ്ങും. അനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതൊക്കെ നമ്മൾ അങ്ങനത്തെ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കൂല്ലേ. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതിന്റെ ടെക്സ്ചർ, സൈസ്, ഷേപ്പ്, അതിന്റെ കളറൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. പിന്നെ ചെറിയ സെന്റൻസുകളൊക്കെ പറയും. ഫീലിങ്സും നീഡ്സും എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ വരയ്ക്കാനും കുത്തി വരയ്ക്കാനും കളർ ചെയ്യാനും ഒക്കെ തുടങ്ങും, ക്രയോൺസ് ഒക്കെ യൂസ് ചെയ്യാൻ. ടോയ്ലറ്റ് തന്നെ അത് ടോയ്ലറ്ററി ഇതെല്ലാം ചെയ്യും. പിന്നെ കുട്ടികളുമായിട്ട്, ആ ഒരു ഏജിലുള്ള കുട്ടികളുമായിട്ട് കളിക്കാൻ ഇഷ്ടമായിരിക്കും, ആ ഒരു പിയർ ഗ്രൂപ്പ്. പിന്നെ കഥ കേൾക്കാൻ ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ ചെറിയ റൈംസ് റിസൈറ്റ് ചെയ്യാനായിട്ട് അതും ഇഷ്ടമായിരിക്കും. 4 year കാര്യം പറഞ്ഞപ്പോ 3 to 6 years വരുന്ന കുട്ടികൾ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ അവരുടെ രീതികളൊക്കെ മനസ്സിലാക്കി നമുക്ക് അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാം, ആക്ഷൻ സോങ് ചെയ്ത് കൊടുക്കാം, റൈംസ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ആ ചാപ്റ്റർ കഴിഞ്ഞു. സൈക്കോളജി അതൊക്കെ ഞാൻ എടുത്തല്ലേ, എഡ്യൂക്കേഷൻ സൈക്കോളജി എല്ലാം നമ്മുടെ കഴിഞ്ഞല്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലേക്ക് വന്നത്. അതെ മാം, എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ മോക്ക് ടെസ്റ്റ് ഒഴികെ ബാക്കിയുള്ള മോക്ക് ടെസ്റ്റ് മാം തന്നായിരുന്നു. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ മോക്ക് ടെസ്റ്റും കൂടെ നിങ്ങൾക്ക് വേണം. എഡ്യൂക്കേഷൻ സൈക്കോളജി, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, ഡിഫറൻസ് മെക്കാനിക്സ് എടുത്തു കഴിഞ്ഞു? എടുത്തു. കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഇടയ്ക്ക് നെറ്റ് ഇഷ്യൂ വന്നപ്പോ ഞാൻ വിചാരിച്ചു ക്ലാസ് ആയിപ്പോ. എനിക്ക് 11:30 ഒരു ക്ലാസ്സിൽ കയറണം, അതുകൊണ്ടാണ് ഞാൻ ലീവ് കേട്ടോ. അപ്പൊ ഈ 2 ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റും കൂടെ പ്രൊവൈഡ് ചെയ്യും. പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോ 1 എക്സാമിനേഷൻ മേ ബി ഒരു 10 daysനുള്ളിൽ നിങ്ങളുടെ വരുമായിരിക്കും. ഡേറ്റ് നേരത്തെ അറിയിക്കും. ഓക്കെ, സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു. Thank you.